എല്ലാവർക്കും മമ്മാസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമല്ലോ അല്ലേ? ഇന്ന് ഞങ്ങൾ ഒരു കുക്കിംഗ് റെസിപ്പി ആയിട്ടല്ലാട്ടോ നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. അതായത് ഒരുപാട് പേര് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത്. നമുക്ക് ഈ പുതിയ മൺചട്ടികളൊക്കെ മേടിക്കുമ്പോൾ അത് പുതിയ മണ്ണിൻ്റെ മണം മാറി ചട്ടി എങ്ങനെ നമുക്ക് കറി വയ്ക്കാൻ പാകപ്പെടുത്തി എടുക്കാം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞങ്ങളിന്നിവിടെ അവതരിപ്പിക്കുന്നത്. അതായത് ഞങ്ങളുടെയൊക്കെ വീടുകളിൽ എങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതിയ മൺചട്ടി മേടിച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഡേ തന്നെ അത് നമ്മൾ കഞ്ഞി വാർത്തിട്ടുള്ള കഞ്ഞിവെള്ളം ഉച്ചയ്ക്ക് നമ്മൾ വാർത്തിടുവാണെങ്കിൽ ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അതിൻ്റെ ചൂടെല്ലാം മാറി പതുക്കെ ഒരു പുളിപ്പിലേക്ക് വരും. സന്ധ്യ ആകുമ്പോഴത്തേക്കും അങ്ങനെ ഒരു പുളിപ്പ് രാശിയുള്ള കഞ്ഞിവെള്ളം, ഞാൻ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പുളിച്ച കഞ്ഞിവെള്ളമെന്നാണ് ഞാൻ പറയുന്നത്. ആ കഞ്ഞിവെള്ളം നമ്മൾ ഈ മൺചട്ടിക്കകത്ത് പുതിയ മൺചട്ടി മേടിച്ചതിലേക്ക് നിറയെ ഒഴിച്ച് വയ്ക്കും. അപ്പം നിറയെ ഒഴിച്ചിട്ട് ബാലൻസ് കഞ്ഞിവെള്ളം നമുക്കിപ്പോൾ ഒരു ചട്ടിക്കൊക്കെ ആണെങ്കിൽ കൂടുതൽ കഞ്ഞിവെള്ളം ഉണ്ടാവുമെങ്കിൽ നമ്മൾ ഈ മേടിച്ച മൺചട്ടി വേറൊരു ബേസിനിലോ വേറെ എന്തെങ്കിലും വാവട്ടം ഉള്ളൊരു പാത്രത്തിൽ ഇറക്കി വയ്ക്കും. എന്നിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ കഞ്ഞിവെള്ളം മുഴുവനും അങ്ങ് ഒഴിച്ച് വയ്ക്കും. അപ്പം ഈ അടിയിലത്തെ ചട്ടിയുടെ അടിഭാഗവും ഈ കഞ്ഞിവെള്ളം കൊണ്ട് പതുക്കെ ഇങ്ങനെ നനഞ്ഞിരുന്നോളും. അപ്പം ഈ കഞ്ഞിവെള്ളത്തിൻ്റെ അംശം ഇതിലേക്കൊക്കെ കയറി ആ മണ്ണിൻ്റെ അംശവുമായിട്ട് കലർന്ന് ആ മണ്ണിൻ്റെ മണം മാറി കിട്ടാനായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണേ. ഇപ്പം നമ്മൾ ഇന്ന് വൈകിട്ട് ആ പുളിച്ച കഞ്ഞിവെള്ളം ഒഴിച്ച് വയ്ക്കുവാണെങ്കിൽ 24 മണിക്കൂർ ആ ചട്ടി അങ്ങനെ നിറഞ്ഞ് കഞ്ഞിവെള്ളമായിട്ടിരിക്കണം. ഇന്ന് വൈകിട്ട് ഒഴിക്കുവാണെങ്കിൽ നാളെ വൈകിട്ട് വരെയും ആ ചട്ടിയിൽ ആ കഞ്ഞിവെള്ളം ഒഴിച്ച് നമ്മൾ വയ്ക്കും. എന്നിട്ട് നമ്മൾ നാളെ വൈകിട്ടാകുമ്പോൾ അത് കഞ്ഞിവെള്ളം എടുത്ത് കളഞ്ഞിട്ട് ചട്ടി ഞാൻ ചെയ്യുന്നത് ചകിരിയും സോപ്പ് പൗഡറും ഇട്ട് ചട്ടിയുടെ അകവും പുറവും നന്നായിട്ട് തേച്ച് കഴുകിയെടുക്കും. നമ്മൾ ഫസ്റ്റ് ടൈം അങ്ങനെ 24 മണിക്കൂർ വെച്ചിട്ട് നമ്മൾ തേച്ച് കഴുകിയെടുക്കും. പിന്നെ വീണ്ടും ഇതുപോലെ തന്നെ അടുത്ത ദിവസം വീണ്ടും ഇതുപോലെ പുളിച്ച കഞ്ഞിവെള്ളം ചട്ടിയിൽ നിറച്ചൊഴിച്ച് വെച്ച് 24 മണിക്കൂർ വരെ, ഇപ്പോൾ കാലത്താണ് വയ്ക്കണമെങ്കിൽ പിറ്റേ ദിവസം കാലത്ത് വരെ അതിലിങ്ങനെ വെച്ചിട്ട് ചട്ടിയിൽ നിന്ന് ആ കഞ്ഞിവെള്ളം മറച്ച് കളഞ്ഞ് വൃത്തിയായിട്ട് ചകിരിയും സോപ്പ് പൊടിയൊക്കെ ഇട്ട് തേച്ച് കഴുകി നീറ്റാക്കി എടുക്കും. പിന്നെ കൂടുതൽ ടൈം ഇതിന് ചിലവാക്കാൻ ഉണ്ടെന്നുള്ളവരാണെങ്കിൽ ഒരു പ്രാവശ്യവും കൂടെ ഈ പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അതായത് 3 പ്രാവശ്യം ഇങ്ങനെ ചട്ടിയിൽ വെള്ളം നിറച്ച് വെച്ച് തലേ ദിവസം നിറച്ചിട്ട് പിറ്റേ ദിവസം എടുത്ത് മറച്ച് കളഞ്ഞ് സോപ്പ് പൊടി ചകിരിയൊക്കെ ഇട്ട് തേച്ച് കഴുകിയെടുക്കുക. അങ്ങനെ 3 പ്രാവശ്യം ഇത് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ നല്ലതായിരിക്കും. പുതു മണ്ണിൻ്റെയൊക്കെ ആ മണമെല്ലാം ചട്ടിയിൽ നിന്ന് പോയി കിട്ടും. അങ്ങനെ തേച്ച് കഴുകി വൃത്തിയാക്കി കഴിഞ്ഞിട്ട് വെയിൽ കൊള്ളിക്കാൻ സൗകര്യമുള്ളവരാണെങ്കിൽ മുറ്റത്ത് എവിടെയെങ്കിലും വെയിലുള്ളിടത്ത് ഈ ചട്ടി കൊണ്ടുപോയി ഒന്ന് വെയിൽ കൊള്ളിച്ച് അകവും പുറവും ഒന്ന് ഉണക്കിയെടുക്കണം. ഇനിയിപ്പോൾ തീരെ വൃത്തിയില്ല, വെയിൽ കൊള്ളിക്കാൻ സൗകര്യം ഇല്ലാത്തവരാണെങ്കിൽ അവർ ഗ്യാസിൻ്റെ പുറമേ അകവും പുറവും ഒന്ന് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒന്ന് കാണിച്ച് ആ നനവൊന്ന് മാറ്റിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വെയിൽ കൊള്ളിക്കാനുള്ള നല്ല സൗകര്യം ഉള്ളതുകൊണ്ട് അതിലേക്ക് ചട്ടിക്കകത്ത് നന്നായിട്ട് വെളിച്ചെണ്ണ കൊടുക്കും. അതായത് ഇതിലേക്ക് ഈ മണ്ണിൻ്റെ അംശമൊക്കെ പോയി എണ്ണയൊക്കെ അതിലേക്ക് ഒന്ന് ഇറങ്ങി നല്ലൊരു ടേസ്റ്റ് അതിലേക്ക് കിട്ടാൻ വേണ്ടി വെളിച്ചെണ്ണ അകത്തും നന്നായിട്ട് വരട്ടും. പുറമേ പതുക്കൊന്ന് തൂത്താലും മതി. പുറമേ അധികം തൂത്തില്ലെങ്കിലും കുഴപ്പമില്ല. ചട്ടിക്കകത്ത് ശരിക്കും വെളിച്ചെണ്ണ തൂത്തിട്ട് നമ്മൾ വെയിലത്ത് വെച്ച് ഒന്ന് വാടിക്കഴിയുമ്പോൾ അകത്തേക്കെടുത്ത് വയ്ക്കാം. ഈ വെളിച്ചെണ്ണയോടുകൂടി നമ്മൾ ചട്ടിക്കകത്ത് വെളിച്ചെണ്ണ അകത്ത് നന്നായിട്ട് തൂക്കണം. പുറമേ ഒരു സ്വല്പം തൂത്താലും മതി. അങ്ങനെ തൂത്തിട്ട് നല്ല നീറ്റാക്കി തൂത്ത് നമ്മൾ ഒരു സ്വല്പം ഒന്ന് വെയിലത്ത് വെച്ചാലും കുഴപ്പമില്ല, ഇനിയിപ്പോൾ വെയിലത്ത് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ ചട്ടിയിൽ തൂത്ത് നമ്മൾ വയ്ക്കുക. പിന്നെ നെക്സ്റ്റ് ഡേ വേണമെങ്കിൽ നമുക്ക് ആ ചട്ടി ഉപയോഗിക്കാം. ഉപയോഗിക്കുന്നതിന് മുമ്പ് ഈ വെളിച്ചെണ്ണയൊക്കെ പറ്റിയതുകൊണ്ട് എണ്ണയൊക്കെ അതിലേക്ക് കുറച്ച് കുടിച്ചോളും. മൺചട്ടിയല്ലേ അതിലേക്ക് ഇറങ്ങും. മണ്ണിലേക്ക് വെളിച്ചെണ്ണയൊക്കെ പിടിച്ചിരിക്കുക. എന്നിട്ട് നമ്മൾ ആ വെളിച്ചെണ്ണ അംശമൊക്കെ ഉള്ളതൊന്ന് സോപ്പ് പൗഡറൊക്കെ ഇട്ട് തേച്ച് കഴുകി വെച്ച് നമ്മൾ ചട്ടി സാധാരണ കറി വയ്ക്കാനായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ ഒരു കഞ്ഞിവെള്ളം ഒരു 3 പ്രാവശ്യമെങ്കിലും ഇതുപോലെ അതിൽ നിറച്ച് വെച്ചിട്ട് കഴുകി കളഞ്ഞ് വൃത്തിയാക്കിയെടുത്താൽ പുതുമണ്ണിൻ്റെ ഒട്ടും തന്നെ മണം അതിലുണ്ടാവില്ല. പിന്നെ ഈ എണ്ണ തൂക്കി വെച്ച് പിറ്റേ ദിവസം ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒട്ടും തന്നെ ഉണ്ടാവില്ല. കാരണം എണ്ണയൊക്കെ പിന്നെ അതിലേക്ക് അങ്ങ്
കണ്ണൊക്കെ അടങ്ങി അതിലേക്കൊക്കെ ഇറങ്ങി നല്ല നീറ്റായിട്ടിരിക്കും മൺചട്ടിയിൽ. അപ്പോൾ പിറ്റേ ദിവസം തേച്ച് കറിയിലേക്ക് കറി വെച്ച് തുടങ്ങി. ഒരു കുഴപ്പമില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും സംശയം, അങ്ങനെ മണം ഈ കളിമണ്ണ് പല രീതിയിലുണ്ടല്ലോ, അതിനെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ ആ മൺചട്ടി ഈ വെളിച്ചെണ്ണ പുരട്ടി ഉപയോഗിക്കുന്നതിന് മുമ്പ് വെളിച്ചെണ്ണ പുരട്ടി വെച്ചിരിക്കുന്ന ചട്ടിയിൽ ഒന്ന് കഴുകിയേച്ച്, ചുമ്മാ ഒന്ന് കഴുകിയേച്ച്, സോപ്പിട്ട് കഴുകിയേച്ച് ഗ്യാസിൽ സ്വല്പം ചൂടുവെള്ളം ഒന്ന് ഒഴിച്ച്, അല്ലെങ്കിൽ സ്വല്പം വെള്ളം ഒഴിച്ച് ഒന്ന് ചൂടാക്കിയേച്ച് ആ വെള്ളം മറിച്ച് കളഞ്ഞേച്ച് ചട്ടി കഴുകി കറി അടുപ്പത്ത് വെച്ചാൽ ഒരു ടേസ്റ്റിന് ഒരു കുഴപ്പം ഉണ്ടാവില്ല. അങ്ങനെയാണ് നമ്മൾ ചെയ്യാറ്. അപ്പോൾ ഇത് എല്ലാവർക്കും തന്നെ ഒരു ഉപകാരപ്രദമായിരിക്കുന്നു എന്ന് ഞാൻ കരുതണു. നിങ്ങളത് പരീക്ഷിച്ച് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. വെയിൽ കൊള്ളിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഞങ്ങൾ പറഞ്ഞ പോലെ ചെയ്താൽ മതി. അപ്പം മണ്ണിൻ്റെ യാതൊരു അരുചിയും കറി വയ്ക്കുമ്പോൾ ഉണ്ടാവുകയില്ല. നിങ്ങൾക്ക് വീഡിയോ തീർച്ചയായിട്ടും ഇത് വളരെ ഉപകാരപ്രദമായിരിക്കുമെന്ന് ഞാൻ കരുതണം. ഇഷ്ടമായി കാണാം. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ പ്രോസസ്സിങ് എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടു കളയാം. കൊച്ചു ചട്ടി കണ്ടപ്പോൾ ഞാൻ ഒരെണ്ണം വാങ്ങിച്ചതാ. ഒരെണ്ണം അല്ലല്ലോ, 2-3 മേടിച്ചിട്ടില്ലേ? 4 ഉണ്ട് മൊത്തം. അത് ഒന്ന് ചട്ടിയല്ല, ഈ കഞ്ഞിയൊക്കെ കോരി ഒഴിക്കുന്ന കുഞ്ഞി കിണ്ണാൻ പോലത്തെ. അത് ശരി. 2-3 ചട്ടിയായിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇനി മയക്കണ പ്രോസസ് എന്താണെന്നൊന്ന് നോക്കിക്കളയാം. നമ്മൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് 3 പുത്തൻ ചട്ടി. ആ പുത്തൻ ചട്ടിയിൽ അമ്മ കഞ്ഞി വാർത്ത് കഴിഞ്ഞ് കഞ്ഞിവെള്ളം ചൂടാറിക്കഴിഞ്ഞപ്പോൾ അതിലേക്ക് 3 കൂടെ ഈ വലിപ്പ ചെറുപ്പ ഉള്ളത് കൊണ്ട് അമ്മ 3 അടിയിൽ ഏറ്റവും വലുത് വെച്ച്, രണ്ടാമത് ചെറുത് വെച്ച്, മൂന്നാമത് ഏറ്റവും ചെറുത് വെച്ച്, എന്നിട്ട് ഇപ്പം കഞ്ഞിവെള്ളം കോരി ഒഴിച്ച് വെച്ചേക്കണതായത്. ഇതിപ്പോൾ ഉച്ചയ്ക്ക് ചോറ് വാർത്തതിൻ്റെ കഞ്ഞിവെള്ളം ആട്ടോ വൈകുന്നേരമായപ്പോൾ ഒഴിച്ച് വെച്ചേക്കണം. ഇനിയിപ്പോൾ ഇത് നാളെ നേരത്തോട് നേരെ ഇതിലിരിക്കണം. നേരത്തോട് നേരെ ഇരുന്ന് കഴിഞ്ഞ് ഇത് ക്ലീൻ ചെയ്തെടുക്കണം. പിന്നെ ഇതുപോലെ നമ്മൾ 2 ദിവസമൊക്കെ ഇങ്ങനെ കഞ്ഞിവെള്ളം ഒഴിച്ച് പരിപാടി ചെയ്യാറുള്ളൂ. ഇത് 3-4 ദിവസം കഞ്ഞിവെള്ളം റിപ്പീറ്റ് ചെയ്ത് ഈ പ്രോസസ്സ് നടത്തിയാലും നല്ലതാണ്. ഫസ്റ്റ് ടൈം നമ്മളിപ്പോൾ വൈകുന്നേരം കഞ്ഞിവെള്ളം ഒഴിച്ച് വെച്ചു, നാളെ വൈകുന്നേരം ആകുമ്പോൾ ഈ കഞ്ഞിവെള്ളം മാറ്റി കളയണം. ആദ്യം നമ്മൾ കഞ്ഞിവെള്ളം ഒഴിക്കുമ്പോൾ 24 hours വെക്കാവുള്ളൂ. 24 hours വെക്കണം. അത് ശരി. അങ്ങനെയാ. കൂടുതൽ വെക്കണം? വേണ്ട 24 hours കഴിഞ്ഞ് വീണ്ടും റിപ്പീറ്റാ. നമുക്ക് നാളെ കാണിക്കാം. അതെ, അതുപോലെ മതി. നമ്മൾ ഇന്നലെ വൈകുന്നേരം പുളിച്ച കഞ്ഞിവെള്ളം ചട്ടി മയക്കാനായിട്ട് ഒഴിച്ചു വെച്ച് ഈ കഞ്ഞിവെള്ളം മാറ്റിക്കളഞ്ഞേച്ച് വീണ്ടും അടുത്ത ദിവസത്തെ വീണ്ടും പഴയ കഞ്ഞിവെള്ളം വേറെ ഇന്നത്തെ കഞ്ഞിവെള്ളം ഒഴിച്ച് നാളെ വൈകുന്നേരം വരെ ഇത് വെക്കാൻ പോവാട്ടോ. പുളിച്ച ഇത് ഇന്നലെ വെച്ച് ഇന്നിപ്പോൾ 24 മണിക്കൂറായി വൈകുന്നേരം ആയപ്പോൾ. ഇനി ഇത് പുറത്തേക്ക് കളയുക അമ്മ കേട്ടോ. എന്നിട്ട് വീണ്ടും പുളിച്ച കഞ്ഞിവെള്ളം വേറെ ഇന്നത്തെ അരി വാർത്ത കഞ്ഞിവെള്ളം ഒഴിച്ചു വെച്ച് നാളെ വൈകുന്നേരം മാറ്റണം. അതെടുക്കുക കേട്ടോ. ഇത് കളയട്ടേട്ടോ പുറത്തേക്ക്. നമ്മൾ 3 ചട്ടി ഉള്ളത് കൊണ്ട് ചെറുത്, ചില വലുത്, കൂടുതൽ വലുത്. അപ്പം 3 കൂടെ അമ്മ മീരേക്ക് കയറ്റി വെച്ച് എന്നിട്ട് അതിലേക്ക് നിറയെ ഇതങ്ങ് ഒഴിക്കുവാട്ടോ. അതെ, കണ്ടോ അതെ, കാണാമോ? ഇത് രാവിലത്തെ കഞ്ഞിയുടെ വെള്ളാണോ? രാവിലെ ഉച്ചയ്ക്ക് നമ്മൾ ഉണ്ണാനായിട്ട് വാർത്ത കഞ്ഞിയുടെ വെള്ളാട്ടോ. അപ്പൊ വൈകുന്നേരമായി. ഇനി ഈ കഞ്ഞിവെള്ളം ഇങ്ങനെ ഇരുന്ന് നാളെ വൈകുന്നേരം ഇത് മാറ്റണം. എന്നിട്ട് പിന്നെ അമ്മ പറഞ്ഞിട്ടുണ്ട് ഇത് വീണ്ടും 24 hours വെച്ചിട്ട് നാളെ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സോപ്പ് പൊടി ഇട്ട് തേച്ച് കഴുകണം. നമ്മൾ പുളിച്ച കഞ്ഞിവെള്ളം ഒഴിച്ച് 3-ാമത്തെ ദിവസം വെച്ചിരിക്കുന്നതായത്. ഒരു ദിവസം വെച്ച് കഴിഞ്ഞ് പിറ്റേ ദിവസം മാറ്റും. 24 hours. പിന്നെ വീണ്ടും ഒഴിച്ചു വെക്കും, പിറ്റേ ദിവസം മാറ്റും. ഇത് 3-ാം ദിവസമാണ്. നമുക്ക് 3 ദിവസം ചെയ്താൽ മതി. അത് എത്ര ദിവസം ചെയ്താലും പഴയ ആൾക്കാർ പറഞ്ഞാൽ അത്രയും ക്ലീൻ ആവൂന്നാ പറയണം. നമുക്ക് 3-ാമത്തെ ദിവസം ഒഴിച്ചു വെച്ച് നേരത്തോട് നേരായി ഇനി കമത്തി കളയാം. പുളിച്ച കഞ്ഞോള. എന്നിട്ട് നമുക്ക് കമത്തി കളഞ്ഞിട്ടാണ് നമ്മൾ സോപ്പ് പൊടി ഇട്ട് തേച്ച് കഴുകണം. അമ്മ 3 പാത്രം ഉള്ളത് കൊണ്ട് ഒന്നിന്റെ ഉള്ളിലായിട്ടാട്ടോ വെച്ചത്. അപ്പൊ സൗകര്യല്ലേ മോനെ? ഇതിൽ കഞ്ഞോളം പിടിച്ചിരിക്കും അടിയിലിരിക്കുന്നതിൽ. ഇനി എല്ലാം നമുക്ക് സോപ്പ് പൊടി ഇട്ട് കഴുകാം. സോപ്പ് പൊടി ഇട്ട് കഴുകിയേച്ചാണ് നമ്മൾ വെയിലത്ത് വെക്കണം. അത് ശരി. കാണിച്ചേ. കഴിക്കൂ. ചകിരി, നമ്മൾ ചകിരി ഇടുന്നത്. രേഷ്ടം ചകിരിയല്ലേ. ചകിരി ഇല്ലാത്തവർ സ്ക്രബൊക്കെ ഉപയോഗിച്ച് തേച്ച് കഴുകുക കേട്ടോ. നമുക്കിപ്പോൾ നാട്ടിൻ പുറത്ത് തേങ്ങയും ചകിരി. അടി അകവും പുറമൊക്കെ കഴുകണം കേട്ടോ. പുതിയ ചട്ടിയല്ലേ, നന്നായിട്ട്
സോപ്പ് ഇതൊക്കെ ഇട്ട് അകവും പുറവും കഴുകിയേച്ച് നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കണം. ഉണക്കിയേച്ച് നമുക്ക് എണ്ണ തൂക്കണം. അങ്ങനെയാണ്. അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ കഴുകി ഉപയോഗിക്കാം. അത് ശരി. ഉപയോഗിക്കാം. ഞാൻ പറഞ്ഞില്ലേ, കൂടുതൽ ദിവസം വെച്ചാൽ അത്രയും ഇതൊക്കെ ക്ലീൻ ആവൂന്നാ പറയണം. വെള്ളം ഒഴിച്ച് കഞ്ഞോളം ഒഴിച്ച്. അത് ശരി. ഓരോന്നേ തേച്ച് അല്ല ഇത് തേച്ചേച്ച് നമുക്ക് കഴുകി കാണിക്കാം. കഴുകി വെയിലത്ത് കൊണ്ട് വെക്കാം. മഴക്കാറ് കൊണ്ട് നല്ല ചൂടായിരുന്നു. കുയിലും കൊണ്ട് കുയിൽ അമ്മയുടെ തലയും കൊണ്ട് പോകുന്നാ തോന്നുന്നത്. സദാസമയം കുയിൽ ഇവിടെ മാവുള്ളത് കൊണ്ടാന്നേ കംപ്ലീറ്റ് പൂത്തേക്കുമല്ലേ. എന്റെ ലാസ്റ്റ് ഞാൻ കൂവി അത് പ്രതികരിക്കൂല. എന്റെ കൂവലേന് ഇഷ്ടമല്ല. നീയും അപ്പയും കൂവി അപ്പ അത് പ്രതികരിക്കും. അപ്പ പറയും അതിനോട് ഒരു ടാലന്റ് വേണോന്ന് കൂവാൻ. എനിക്ക് അതിനുള്ള ടാലന്റ് ഇല്ല. മമ്മയുടെ ടാലന്റ് ഇവിടെയല്ലേ? ഇവിടെയാണ്. അപ്പ എപ്പോഴും പറയും മൃഗങ്ങളോടൊക്കെ അതിനോടൊരു ടാലന്റിൽ ഇടപഴകണമെന്ന്. എനിക്കതില്ലാന്ന് ഞാൻ പറയും. നമുക്ക് കഴുകിയാലോ? കഴുകാം. ശരിക്കും പുതിയ ചട്ടി ആയതുകൊണ്ട് നമ്മൾ അകവും പുറമൊക്കെ നീറ്റായിട്ട് തേച്ച് കഴുകണം കേട്ടോ. സോപ്പ് പൊടി ഇട്ട് ചകിരിയൊക്കെ ഇട്ട് ഉരച്ച് നല്ല വൃത്തിയാക്കണം. ഫസ്റ്റ് ടൈം അല്ലേ. ഇത് മീൻ വയ്ക്കാൻ മേടിച്ച ചട്ടിയാണ്. മറ്റത് കുഞ്ഞു ചെമ്മീൻ ചട്ടി ഇതാ. ഇത് പിന്നെ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു ഡിസ്പ്ലേക്ക് എടുക്കാം. കണ്ടപ്പം മേടിച്ചു. കഴുകിയെടുക്കട്ടെ. മൂന്ന് ചട്ടിയും വെയിലത്ത് ഉണക്കാൻ വെച്ചേക്കും കേട്ടോ. ഇത് എങ്ങനെയാന്ന് വെച്ചാലില്ലേ, ഈ സൈഡിൽ ഇതേ വേണമെങ്കിൽ ഇങ്ങനെ കുത്തി നിർത്താം. അങ്ങനെ നിർത്താൻ പെട്ടെന്ന് വെള്ളം വലിയും. ഞാനിപ്പോ അതിന് അവിടെ ഇവിടെയൊക്കെ സൗകര്യക്കുറവായി. കുയിലും കോവി നടക്കണം. അത് കാരണം ഞാൻ നിവർത്തി വെച്ചതാ. നിവർത്തി ഇങ്ങനെ ഇരുന്നാ മതി, ഉണങ്ങിക്കോളും. സൈഡില് ഭിത്തിയുടെ സൈഡിൽ കുത്തി നിർത്തണമെങ്കിൽ കുത്തി നിർത്താം. ഞാൻ ഇങ്ങനെ അങ്ങ് വെച്ചെന്നുള്ളൂ കേട്ടോ. ഉണങ്ങി കഴിഞ്ഞ് നീറ്റായിട്ട് ഉണങ്ങി കഴിയുമ്പോ നമുക്ക് വെളിച്ചെണ്ണ തൂക്കാം. അത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് പിറ്റേ ദിവസം മുതൽ ഉപയോഗിക്കാം. നമ്മള് ചട്ടി വൃത്തിയായിട്ട് തേച്ച് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയതാ. മയക്കെടുക്കാനായിട്ട്. ഇനി നമ്മള് വെളിച്ചെണ്ണ തൂക്കണം എങ്ങനെയാന്ന് കാണിക്കാം. അത് ജസ്റ്റ് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഇതിലേക്ക് ആദ്യം ഒഴിക്കണം അകത്തേക്ക്. ഇട്ട് നമുക്ക് ബ്രഷ് കൊണ്ട് ചുറ്റും തൂക്കണം. അങ്ങനെയാണ് ചട്ടിയിൽ വെളിച്ചെണ്ണ തൂത്ത് നീറ്റാക്കി വെക്കണത്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യണേ പറയാം. കാണാമോ? കാണാം. ഇങ്ങനെ വെളിച്ചെണ്ണ നന്നായിട്ട് തൂത്ത് കഴിയുമ്പോ വെളിച്ചെണ്ണ അതിലേക്ക് വലിഞ്ഞോളും. ഇങ്ങനെ തൂത്ത് നമ്മൾ ചട്ടി വെക്കുക. എന്നിട്ട് നാളെയോ മറ്റന്നാളോ എപ്പോഴാ അത് അകം മാത്രം തൂത്താ മതി കേട്ടോ. എത്ര നേരം അപ്പൊ ഇങ്ങനെ വെക്കണം? അല്ല, തൂത്തിട്ട് ഒരു ദിവസം എന്തായാലും അതിലിരിക്കണം. എണ്ണ അതിലേക്ക് കുടിക്കും വലിയ. അത് ശരി. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മള് ഒരു ദിവസം ഇരിക്കണം. ഞാൻ ഒരു ദിവസം ഒന്നും കഴിഞ്ഞിട്ട് എടുക്കാറില്ല. 2-3 ദിവസം അങ്ങനെ ഇരുന്നേച്ച് പിന്നെ നമ്മൾ എന്തെങ്കിലും കറി വെക്കാനായിട്ട് തേച്ച് കഴുകി സോപ്പ് പൊടി ഇട്ട് തേച്ച് കഴുകി എടുക്കുക. എന്നിട്ട് നമുക്ക് കറി ഉണ്ടാക്കാം. ഇതിൽ കൂടുതലുള്ളത് കൊണ്ടാട്ടോ ഞാൻ ഇതിലേക്ക് എണ്ണ പകർത്തണം. കറി ഉണ്ടാക്കി കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്തു വെക്കണം. കറി ഉണ്ടാക്കി കഴിഞ്ഞ് പിന്നെ സാധാരണ പോലെ സോപ്പ് പൊടി ഇട്ട് കഴുകി വെക്കുക. ഫസ്റ്റ് ടൈമൊക്കെ ഇതില് പുതിയ ചട്ടിയില് കറി ഉണ്ടാക്കുമ്പോൾ എന്നെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കറി ഉണ്ടാക്കി വെച്ചാൽ കറി അങ്ങ് മാറ്റി വേറെ പാത്രത്തിലേക്ക് ആക്കി വെക്കണതാണ് നല്ലേ. എന്നാന്ന് വെച്ചാൽ ചിലപ്പോൾ മണ്ണിന് ചിലപ്പോൾ സ്വാദൊക്കെ അതിൽ കിട്ടും. അത് കൊള്ളൂലല്ലോ. 1-2 പ്രാവശ്യം ആയി കഴിയുമ്പോൾ ആ സ്വാദ് കംപ്ലീറ്റ് പൊക്കോളും. ഇങ്ങനെ എണ്ണ പുരട്ടി വെച്ചാൽ പരമാവധി പൊക്കോളും കേട്ടോ. എങ്കിലും നമ്മൾ അങ്ങനെ ചെയ്യണമെന്നല്ല. ചിലപ്പോ മണ്ണിന്റെ ഒരു മണം വരും ഇരിക്കുമ്പോഴേ. അത് പ്രശ്നം. ഒരു ദിവസമൊക്കെ ഇരിക്കുമ്പോ അപ്പൊ കറി വെച്ച് കഴിഞ്ഞാൽ പുതിയ ചട്ടിയിലാകുമ്പോ ആദ്യമേ കറി വെച്ച് കഴിഞ്ഞാൽ കറി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. വെളിച്ചെണ്ണ തൂത്ത് ഇങ്ങനെ നമുക്കകത്ത് വെച്ചിരുന്നാ മതി. വേറെ ഒന്നും ചെയ്യാനില്ല. അത് ശരി. ഇങ്ങനെയാണ് പുത്തൻ ചട്ടി മയക്കി എടുക്കണം. കേട്ടോ? ഇത്രയേ ഉള്ളൂ പരിപാടി. കഴിഞ്ഞു. ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാകുമെന്ന് ഞാൻ കരുതുവാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കുക. കൂടാതെ മറന്നു പോകാതെ അത് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക കേട്ടോ. ബൈ.